ഞാൻ അമ്മയുടെ അടുത്ത് ഹായ് ഒക്കെ പറയാന്ന് വിചാരിച്ചാണ് വന്നത്. നേരത്തേക്ക് അമ്മ അത്ഭുതം എന്ന് പറഞ്ഞാൽ നീനപ്പത്തേക്ക് ഹായ് ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ അമ്മയ്ക്കൊരു മിനി അറ്റാക്ക് കൊടുത്ത് ഞാൻ കുറച്ച് നേരത്തെ എണീക്കും. കുറച്ചല്ല, അമ്മ കഴിഞ്ഞാട്ടിലാണ് 9:10 ആയത് ഞാൻ ചിലപ്പോൾ എണീക്കും. ബൈ ദ വേ, ഇത് എൻ്റെ വീടാണ്. രാജാക്കന്മാരുടെ ഒക്കെ സമ്മർ പാലസ്, വിന്റർ പാലസ് എന്നൊക്കെ പറയുന്നത് എൻ്റെ പാലസാണിത്. ഞാൻ ഏറ്റവും റിലാക്സ്ഡ് ആകുമ്പോൾ എൻ്റെ പാലസ് ഇതാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ മുത്തോലത്ത് ഞാൻ റിലാക്സ്ഡ് ഒന്നും അല്ലെന്നൊന്നുമല്ല, എന്നാലും ഇവിടെ ഞാൻ അങ്ങനെ കുറച്ചുകൂടെ ഇങ്ങോട്ട് ചിൽ മോഡിലാണ്. അപ്പം കഴിഞ്ഞ ഒരു 5 ദിവസമായിട്ട് ഞാൻ കുറച്ച് നേരത്തെ എണീക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഓട്ടോമാറ്റിക്കലി എണീറ്റ് പോകും. അങ്ങനെയാണ് ഞാൻ നേരത്തെ എണീറ്റത്. അപ്പം പ്രത്യേകിച്ച് ഇന്ന് ബൈ ദ വേ ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വിചാരിച്ചു കുറേ കാലമായിട്ട് നിങ്ങളെൻ്റെ ഗോവൻ വ്ളോഗ്സുകൾ മാത്രമേ കാണുന്നുള്ളൂ, പ്രത്യേകിച്ച് വേറൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കാം ഡേ ഇൻ മൈ ലൈഫ് എന്ന്. കാരണം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ കാമായിട്ട് ഇന്നെൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അതായിരിക്കും നിങ്ങൾ ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം പല്ലൊന്നും തേച്ചൊന്നുമില്ല, പൈക്കിപ്പല്ല് വെച്ചാൽ മതി. ഇവിടെ ഞാൻ മറ്റേ ഡാഡീസ് ആൻഡ് മമ്മീസ് ലിറ്റിൽ പ്രിൻസസ് ആണ്, അവിടെ ആ ഒരു പാറ്റേണിലൊക്കെ പോയാൽ മതി. അപ്പം ഞാൻ പല്ലൊക്കെ തേച്ച് പയ്യെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോട്ടെ, അത്രേ ഉള്ളൂ. ഒന്നോടെ പാടുവോ? അതെന്താ ഒന്ന് പാടപ്പാ. ഇന്ന് വരും മൂല, നാളെ വരും, നാളത്തെ കഴിഞ്ഞ് അച്ഛന് പോലെ അച്ചിട്ട് പോലെ വരുന്ന കോഴി തീർച്ചയായിട്ടും ഉറപ്പായിട്ടും വരുമെന്ന്. നിങ്ങൾ ശരിക്കും സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നു? അപ്പയ്ക്ക് നാണക്കേട്, നാളത്തെ കഴിഞ്ഞ യൂട്യൂബിൽ വന്ന ഞാൻ മനുഷ്യനെ എങ്ങനെ നോക്കുന്നു. പേടിക്കണ്ടപ്പ, എന്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ 200 പേര് താഴെ. നമ്മളൊരു ദിവസം നേരത്തെ എണീറ്റ് എന്തെങ്കിലും സമയമല്ലേ നമുക്ക് കിട്ടുന്നത്. 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുന്നെങ്കിൽ അത്രയും ടൈം കിട്ടുന്നില്ല. അങ്ങനെ അല്ലാതെ നമുക്ക് ഒത്തിരി സമയം കിട്ടുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എല്ലാ ദിവസവും ഭയങ്കര ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു ടൈപ്പെട്ട കുട്ടിയായിരിക്കും. ഞാൻ ചെയ്യുന്നത് കണ്ടാവുന്നു ഇവിടെ. ഞാൻ അങ്ങനെയൊന്നും എല്ലാ ദിവസവും ചെയ്യാവുന്നില്ല. പക്ഷേങ്കിൽ ഇത് വളരെ നല്ലൊരു ഏർപ്പാടാണ്. കാരണം നിങ്ങളുടെ ഇച്ചിരി വെപ്രാളവും പരവേശവും ഒക്കെ കുറയ്ക്കാൻ ഡീപ്പ് ബ്രീത്തിങ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കാം ഡേ ആയതുകൊണ്ടും കാര്യങ്ങളൊക്കെ കുറച്ച് സ്ലോ ആയിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടും കൂടെ ഞാൻ വിചാരിച്ചൊരു ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ എടുത്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് താഴെ പോവാം. അമ്മ അടുക്കളയിൽ കയറിയിട്ടുണ്ടാവും. മുത്തോടുവത്തെ അടുക്കളയിലെ സ്ഥിരം സാന്നിധ്യമാണ് ഞാനെങ്കിലും ഈ അടുക്കളയിൽ ഞാൻ അങ്ങനെയല്ല. അടുക്കളയിലെ കിങ്ങും കിങ്ങിണിയും ക്യൂനിത്തി എല്ലാം അമ്മയാണ്. പക്ഷെ ഇന്ന് ഞാൻ ലൈറ്റായിട്ടൊന്ന് കയറിയതേ ഉള്ളൂ, ജസ്റ്റ് ഒരു ചട്നി മാത്രം. ഇന്ന് ശരിക്കും അമ്മയുടെ പ്ലാന് ദോശ അല്ലെങ്കിൽ ദോശ അപ്പയ്ക്ക് 2-3 അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ദോശയല്ലേ, എൻ്റെ അകത്ത് കുറച്ച് ഉരുളക്കിഴങ്ങും സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ മസാല ദോശ ആക്കില്ലേ, അപ്പം മസാല ദോശ ആക്കിയാലോ. അപ്പം അമ്മ പറഞ്ഞു മസാല ദോശ ആക്കാം. അപ്പോൾ മസാല ദോശയുടെ കറിയാണ് എൻ്റെ ഒക്കെ. എൻ്റെ അപ്പനൊരു പുരാവസ്തു പ്രേമിയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു കുഞ്ഞു സെറ്റപ്പ് ഒക്കെ കാണുന്നത്. അപ്പന്റെ പുരാവസ്തുക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? ഏത് പാട്ടിലാ വേണ്ടേന്ന് വെച്ചാൽ നമ്മൾ അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യണം. ഇതിന്റെ അകത്ത് എത്ര പാട്ടുണ്ട്? 1 2 3 4 5 6 പാട്ടുണ്ട്. ഈ ലൈൻസ് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്നാലും അപ്പയ്ക്ക് അപ്പയുടെ പുരാവസ്തുക്കളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇല്ലെന്നൊന്നും പറയാണ്ട് പറ്റത്തില്ല. എവിടെ പുരാവസ്തുക്കളുള്ള റൂമായത്. അങ്ങനെ മസാല ദോശ റെഡിയായി, ചമ്മന്തി റെഡിയായി. ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തി ആയതുകൊണ്ടല്ല,
നല്ല ടേസ്റ്റ് ഉണ്ട്. മസാല ദോശ ആയിട്ടുണ്ടെങ്കിലും അടിപൊളിയാണ്. പുറത്ത് നല്ല മഴയും എന്തുകൊണ്ടും സെറ്റപ്പാണ്. ഇനിയിപ്പോൾ ഞാൻ മാത്രം പറഞ്ഞാൽ പോലെ ഈ അപ്പനെയും കൊണ്ട് എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കണം ഈ ചട്നി എങ്ങനെയുണ്ടെന്ന്. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്താലും അമ്മയ്ക്ക് സന്തോഷം. ശരിയാ, മസാല ദോശ അമ്മ ഉണ്ടാക്കിയതാ. ചുമ്മാ പറയുന്നതായിരിക്കും അപ്പ. ഇനിയിപ്പോൾ എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഞ്ചിന് ഞാൻ അവിടെ ഉണ്ടാകത്തില്ല. എൻ്റെ കോളേജ് മേറ്റ് ഉണ്ട് സാന്ദ്ര. അപ്പം ഇന്ന് അവളുടെ കൊച്ചിൻ്റെ മാമോദിസ. ഞാൻ മാത്രം ഫുൾ ഡേ ലീവ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അതിനൊക്കെ പോവും. മാത്രം വേണ്ട കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ കോൺഷ്യസ്ലി ആണെങ്കിൽ വളരെ എഫേർട്ട് എടുക്കുന്നൊരു പരിപാടിയാണ്. ദിവസത്തിൽ കുറച്ചേലും എന്തെങ്കിലും ഒരു പേജ് വായിക്കുക എന്നൊരു പരിപാടി. എന്ന് വെച്ചാൽ എനിക്ക് പൊതുവെ വായിക്കാൻ കുറച്ച് താല്പര്യമുണ്ട് താനും. അപ്പം പുസ്തകങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ. അവരുടെ കുറ്റമായിട്ട് കാര്യമില്ല, കാരണം എഴുതുന്നവർക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുമല്ലോ. അപ്പം കുറേയൊക്കെ ഞാനിപ്പോൾ ഒരു മാസത്തിലൊരു 2-3 ബുക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് ഞാനിപ്പോൾ ഇത് വായിച്ചൊക്കെ കഴിയുവാണെങ്കിൽ എനിക്ക് പിന്നെ ഒരു റിഗ്രറ്റാണ് പിന്നെ അത് അടുത്ത് വേറൊരു പുസ്തകമൊക്കെ പോയി വാങ്ങിക്കാൻ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കഴിഞ്ഞ മാസം ഞാൻ 3 പുസ്തകം വായിച്ചായിരുന്നു. എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നു. എനിക്ക് വായിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വായിച്ചു. അപ്പോൾ എനിക്ക് വീണ്ടും ഒരു പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാടൊരു എമൗണ്ട് ഇടുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മീഷോയിൽ ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മീഷോയുടെ അത് ബുക്സൊക്കെ ആണെങ്കിൽ ഭയങ്കര റേറ്റ് കുറവ് വയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും നിങ്ങൾ അത്യാവശ്യം ഒന്ന് വായിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ കഴിഞ്ഞൊരു വർഷം ട്രെൻഡിങ് ആയിട്ടുള്ള 3 പുസ്തകങ്ങളുണ്ടായിരുന്നു. ഒന്ന് റാം കെയർ ഓഫ് ആനന്ദി, ഒന്ന് നിമ്ന വിജയുടെ മനയുവാഞ്ഞം കടലാവുന്നതല്ല, വേറൊരു പുസ്തകം ഉണ്ടായിരുന്നു. അത് ഒരു പുസ്തകം നിമ്ന വിജയുടെ ഭയങ്കര ഹിറ്റായിരുന്നു. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഒരെണ്ണമാണ് ഇത് ഒരിക്കൽ. അപ്പം ഈ ഒരിക്കൽ എന്ന് പറയുന്നത് ഈ പുസ്തകത്തിന്റെ വില തന്നെ 150 രൂപയാണ്. കുറച്ച് പേജുകളേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഒരു 112 പേജേ ഉള്ളൂ ആകെ. പക്ഷെ 150 രൂപയാണ് അതിന്റെ വില. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ മീഷോയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഞാൻ നിമ്ന വിജയുടെ പുസ്തകവും റാം കെയർ ഓഫ് ആനന്ദി ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരിക്കലും ഞാൻ വായിച്ചിട്ടില്ല. അപ്പം ഞാൻ നോക്കിയപ്പം ഇപ്പം റീസെൻ്റ്ലി ഒരുപാട് ആൾക്കാർ വായിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞേക്കുന്ന ഒരു പുസ്തകമാണ് ഖദീജ എന്ന് പറഞ്ഞേക്കുന്ന ഒരു ചെറിയ ബുക്കാട്ടോ. അത് നല്ലതാണ്, ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. വായിക്കുന്നത് നല്ലതാണ് അങ്ങനെ ഒരു രീതിയിൽ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ഒരിക്കലിനും നമ്മുടെ ഖദീജ എന്ന് പറഞ്ഞേക്കുന്ന പുസ്തകത്തിനോട് കൂട്ടി 212 രൂപയ്ക്ക് മീഷോയിൽ ഓഫർ വിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് ഓർഡർ ചെയ്തു. എന്നിട്ട് മാത്തൻ്റെ അടുത്ത് ഞാൻ പിന്നെ എപ്പോഴുമാണ് പറയുന്നത് ഇങ്ങനെ ഞാൻ ഇന്നപോലെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ഏതാണ്ട് ഒരു ജൂൺ മാസം 3-4 അങ്ങനെ ഏതാണ്ടാണ് ഓർഡർ ചെയ്തത്. പിന്നെ വരുന്നത് ജൂൺ മാസം ഒരു 26 അങ്ങനെ ഏതാണ്. ഒരുപാട് സമയം എടുത്താൽ വരുന്നത്. അപ്പം ഞാൻ അങ്ങനെ മാത്തൻ്റെ അടുത്ത് പറഞ്ഞു അത് നന്നായി, ഇനിയിപ്പം വരുന്നത് ഇത്രയും വില കുറച്ച് കിട്ടുന്നതുകൊണ്ട് പുസ്തകത്തിന്റെ ചട്ട മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ആർക്കറിയാന്ന് ഇങ്ങനെ മാത്രം പറഞ്ഞായിരുന്നു. പക്ഷെ പുസ്തകം ഒന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അക്ഷരങ്ങൾ വായിക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം. അപ്പം ഇത്രയും വിലക്കുറവ് കൊടുക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഡെഫിക്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ കൊടുക്കുന്നത്. അപ്പം ഇതെന്നാന്ന് ചോദിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിന് സാധാരണ പുസ്തകത്തിനേക്കാളും വളരെ വലുപ്പം കുറഞ്ഞു. കുർബാന പുസ്തകത്തിന് വലുപ്പമേ ഉള്ളൂ ഇതിന്. അത് ഒന്നാമത്തേത്. പക്ഷെ അക്ഷരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ പേജ് നേരെ വായിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പേജിൽ അത് നമ്മൾ ഈ പുസ്തകം തിരിച്ചു വെച്ചതാണ് ഇങ്ങനെ വേണം വായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിലക്കുറവ് തരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ അപ്പം ഞാനും മാത്തനും ഇവിടെ സാന്ദ്രയുടെ കൊച്ചിൻ്റെ മാമോദിസയ്ക്ക് പോവുകയാണ്. കൊച്ചിൻ്റെ പേരാണ് ഇതൾ. നല്ല പേരല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. എനിക്ക് ഇഷ്ടമായ എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ മനസ്സിലൊക്കെ ഒരു തണുപ്പ് ആ പേര് കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ കുറച്ചൊരു ഈ ഒരു ടൈപ്പ് പേരൊക്കെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി ബാക്കി അവിടെ ചെന്നിട്ട് അങ്ങനെ ഇതളിന്റെ മാമോദിസയൊക്കെ ഞങ്ങൾ കൂടി. എനിക്ക് തോന്നുന്നു എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് 3 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ കാണുന്നത്. കോളേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടിട്ടേ ഇല്ല നേരിട്ട്.
എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് എന്റെ കോളേജിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ പിന്നെ ഒരിക്കലൊക്കെ ഒന്ന് കാണാനൊക്കെ ഒരു ചാൻസ് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഞാൻ പോയി കാണാനൊക്കെ എപ്പോഴും ശ്രമിക്കാറൊക്കെ ഉണ്ട്. ഇപ്പോഴൊക്കെ ഇത്രയും കാലം കഴിഞ്ഞ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ ഞാനും മാത്രം അവിടെ നിന്ന് ഇറങ്ങി മാത്രം എറണാകുളം വരെ പോണം. അപ്പൊ ഈ വണ്ടി പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാനും പോകുന്നുണ്ട്. വീഗാലാൻഡ്, എനിക്ക് വീഗാലാൻഡാ. ഞാൻ 6ാം ക്ലാസ് പഠിക്കാൻ വന്നിട്ടുണ്ട്. എവിടെ ആകാശം ഞാനും അതോട് കുറേ സെറ്റപ്പുകൾ. മീറ്ററില് ഈ കൊടും ട്രാഫിക്കിന്റെ ഇടയിലൂടെ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ സ്പെഷ്യൽ ആണോ ഇല്ലെന്ന് അവിടെ ചെന്നിട്ട് പറയാം. മാത്തൻ ഇതിനു മുമ്പ് 2 തവണ ഈ ഡിഷ് കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു തവണ ഏറ്റുമാനൂര് പോയപ്പോഴും, ഒരു തവണ കഴിഞ്ഞ തവണ അളിയന്റെ നാത്തൂരെ കൂടെ പോയപ്പോഴും അല്ലേ? 2 തവണയും പറ്റിച്ചൊന്നുമില്ല, കടയിലൊന്നും ഉണ്ടായിരുന്നില്ല. മാത്തിന് ഇത്തവണയാലും ഈ പറയത്തക്ക സോ കോൾഡ് ഐറ്റം മാത്തിന് കഴിക്കാൻ വേണ്ടി പറ്റുമെന്ന് ഉണ്ടെന്ന് അവര് തോന്നുന്നു. പക്ഷെ മാത്തിന് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമോ നമുക്ക് നോക്കാം. ഇതാണ് ഇതിന്റെ ടേസ്റ്റ്. എനിക്കറിയില്ല, നല്ല രുചിയാണ്. How you feel about your beef brisket? എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതൊരു ഇച്ചിരി സോൾട്ടി, ഇച്ചിരി സ്പൈസി ഒക്കെ ഇച്ചിരി ബെറ്റർ ആയിരുന്നു. അവരോട് എന്തുകൊണ്ട് സജഷൻ പറഞ്ഞില്ല? അവരോട് സജഷൻ, അവരുടെ മൗണ്ടൻ ഡ്യൂവിന്റെ വില മാത്രം എനിക്ക് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ടിന്നിന്റെ വില 130 rupees. ആന വാങ്ങിക്കുന്നവരാണോ തോട്ടി വാങ്ങിക്കാൻ ബുദ്ധിമുട്ട്? കഴിച്ചത് ഫുഡ് ആനക്ക് കുഴപ്പമില്ല, പക്ഷെ തോട്ടി അതുപോലെ തോട്ടി കറക്റ്റ് ആയിട്ടില്ല. കൊള്ളാട്ടോ, ഈ ജാക്കറ്റിനൊരു സുഖമുണ്ട്. ഇതുണ്ടോ ഇങ്ങനെ തണുപ്പ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കൈ കൂടി സ്കാൻഡിയുടെ ഐസ്ക്രീമാണ്. സ്കാൻഡിയുടെ ഐസ്ക്രീം കഴിക്കുന്നതോടുകൂടി എൻ്റെ ഞാൻ രാവിലെ പറഞ്ഞ സോ കോൾഡ് എൻ്റെ കാം ഡേ ഇൻ മൈ ലൈഫ് കംസ് ടു ആൻ എൻഡ്. ടാറ്റാ ടാറ്റ.